ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസിനെ നീക്കി പകരം മാർക്കോ റൂബിയോയെ ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യമനിലെ ഹൂത്തികൾക്കെതിരെയുള്ള യുഎസിന്റെ സൈനിക നടപടികൾ മാധ്യമപ്രവർത്തകന് സമൂഹമാധ്യമ കൂട്ടായ്മയിലൂടെ ചോർന്നുകിട്ടിയ വിവാദത്തെ തുടർന്നാണ് ട്രംപിന്റെ നടപടി. ഐക്യരാഷ്ട്ര സംഘടനയിൽ യുഎസ് അംബാസഡറായാണ് വാട്സിന്റെ പുതിയ നിയമനം. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഐക്യരാഷ്ട്ര സംഘടനയിൽ യുഎസിന്റെ അടുത്ത അംബാസഡറായി മൈക്ക് വാട്സിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും യുദ്ധക്കളത്തിൽ യൂണിഫോമിലിരിക്കുന്ന കാലം മുതൽ യുഎസ് കോൺഗ്രസിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിലും മൈക്ക് വാട്സ് അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. തന്റെ പുതിയ പദവിയിലും അദ്ദേഹം അതുതന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് വ്യക്തമാക്കി. മാർക്കോ റൂബിയോയെ ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുകയും ചെയ്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യമൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നൽ ചാറ്റിൽ മാധ്യമപ്രവർത്തകനെ തെറ്റായി ഉൾപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വമാണ് മൈക്ക് വാട്സ് ഏറ്റെടുത്തത്. ചാറ്റിൽ ചേർത്ത മാധ്യമപ്രവർത്തകനായ ജെഫ്രി ഗോൾഡ്ബർഗിനെ തനിക്ക് വ്യക്തിപരമായി അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെറ്റ് തുടങ്ങി ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ സൈനിക പദ്ധതികൾ ചർച്ച ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പിലാണ് ഇങ്ങനെയൊരു പിശക് സംഭവിച്ചത്. ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയ വിവരം ദ അറ്റ്ലാന്റിക് മാഗസിന്റെ ചീഫ് എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബർഗാണ് വെളിപ്പെടുത്തിയത്. ഹൂത്തി PC സ്മോൾ ഗ്രൂപ്പ് എന്ന സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പിൽ ചേരാൻ ഇക്കഴിഞ്ഞ 13-നാണ് തനിക്ക് ക്ഷണം ലഭിച്ചതെന്ന് ജെഫ്രി വ്യക്തമാക്കിയിരുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ തുടർച്ചയായി ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഹൂത്തികൾക്കെതിരെ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു ടൈഗർ ടീമിനെ രൂപീകരിക്കാൻ ഈ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അലക്സ് നെൽസൺ വോങ്ങിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഹൂത്തി കേന്ദ്രങ്ങളിൽ യുഎസ് വ്യോമസേന ആക്രമണം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആക്രമിക്കേണ്ട കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, യുഎസ് വിന്യസിക്കുന്ന ആയുധങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. പിന്നാലെ ഏപ്രിൽ 15-ന് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ യുഎസ് വ്യോമാക്രമണം ആരംഭിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.